Hello, good morning. Welcome to Learn Now. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം മൾട്ടിമീറ്റർ എന്താണെന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. മൾട്ടിമീറ്റർ നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്സ് ആണുള്ളത്, ഒന്ന് അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തന്നെയാണ് വോൾട്ടേജ്, കറന്റ്, ഇലക്ട്രിക് കറന്റ്, റെസിസ്റ്റൻസ്, ഇതൊക്കെ നമുക്കൊരു സർക്യൂട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ഈ വാല്യൂസ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. ചിലപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കോമ്പണന്റുകളുടെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ചില കേസസിൽ ഇത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ കോളേജ് പഠിക്കുമ്പോഴും നമ്മൾ ഈ ലാബുകളിലൊക്കെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് മൾട്ടിമീറ്റർ അല്ലെ. വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് കറന്റ് എന്താണ്, വാല്യൂ ഓഫ് വോൾട്ടേജ് എത്രയാണ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും, മെഷർ ചെയ്യാനായിട്ട് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് മൾട്ടിമീറ്റർ ആണ് വരുന്നത്. ഒന്ന് അനലോഗ് മൾട്ടിമീറ്ററും അതുപോലെ തന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്, ഡിജിറ്റൽ മൾട്ടിമീറ്ററും ആണ്. ഓക്കെ, അപ്പൊ അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ഇതെന്ന് പറയുന്നത് ഇതിലൊരു മൂവിങ് കോയിൽ ഉണ്ടാകും. ഓക്കെ, ആ കോയിലിന്റെ മൂവിങ്ങിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്താണോ അതിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിലൊരു മൈക്രോ അമ്മീറ്റർ ഇതിനുള്ളിൽ ഉണ്ടാകും, അതിലൊരു നീഡിലും ഉണ്ടാകും. ആ ഒരു നീഡിൽ നമ്മൾ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നീഡിൽ ജസ്റ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് നിൽക്കുകയും അപ്പൊ നമുക്ക് എന്താ പറ്റും, നമ്മുടെ ആ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത്രയാണെന്നുള്ളത് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് നോട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു നീഡിൽ മൂവ്മെന്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് അവിടെ ഓരോ പോയിന്റുകൾ ഉണ്ടാവും. നോക്കൂ, ഇതൊക്കെ പല വാല്യൂസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ കാണിക്കുന്നതാണ് നീഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ നീഡിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഓരോ പോയിന്റിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഓരോ പോയിന്റിൽ എത്തുമ്പോൾ നമുക്ക് എന്താവും, കറസ്പോണ്ടിങ് വാല്യൂ ഇത്രയാണ്, വോൾട്ടേജ് ഇത്രയാണ് അല്ലെങ്കിൽ കറന്റ് ഇത്രയാന്നുള്ളത് നമുക്ക് ഇത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് നമുക്കതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊരു പ്രിസൈസ്ഡ് വാല്യൂ ആണ് കിട്ടുന്നത്. പക്ഷെ എന്താണ്, ഈ വാല്യൂസ് നോട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതായത് നമുക്കത് ഓരോ പോയിന്റ്സും എത്രയാന്നുള്ളത് നോക്കി 1 2 3 പോയിന്റ്സ് ആണോ അല്ലെങ്കിൽ 4 ആണോ, നമുക്ക് കുറച്ച് മാനുവൽ ആയിട്ട് തന്നെ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഇതിൽ നമുക്ക് എന്താണ്, എററുകൾ വരാൻ ചാൻസസ് കൂടുതലാണ് അല്ലെ. ചിലപ്പോൾ 1.2 എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് 1.3 ആയിട്ടോ 4 ആയിട്ടോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ആയിട്ടോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഇതിൽ വരുന്നതിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ലൊരു മെത്തേഡാണ് ഈ ഒരു അനലോഗ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്, വളരെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ എററുകൾ വരുന്നതിന് കൂടുതൽ പോസിബിലിറ്റീസ് ഏതിലാണ്, ഈ ഒരു അനലോഗ് മൾട്ടിമീറ്ററിലാണ്. ഓക്കെ, അടുത്തൊരു ടൈപ്പാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ നമുക്ക് ഡിജിറ്റുകളായിട്ട് കാണിക്കുന്നുണ്ടാകും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അനലോഗിൽ നമ്മൾ പറഞ്ഞു നമ്മളായിട്ട് മെഷർ ചെയ്യണം അല്ലെ, എത്ര ലോങ്സ് എത്ര ലൈൻസുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതിന്റെയാണോ മെഷർ ചെയ്യുന്നത്, ഇപ്പോൾ വോൾട്ടേജ് ആണോ അതല്ലെങ്കിൽ കറന്റ് ആണോ എന്താണെങ്കിലും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് ഈ ഒരു LED ഡിസ്പ്ലേയിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എക്സ്പെരിമെന്റുകൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കൂടുതലായിട്ട് അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്, അനലോഗ് ആണോ ഡിജിറ്റൽ ആണോ, നമുക്ക് നമ്മളായിട്ട് വാല്യൂസ് നോക്കി എടുക്കുന്നതാണോ ബെറ്റർ, അതോ ആ ഒരു ഡിവൈസ് തന്നെ നമുക്ക് വാല്യൂസ് കാണിക്കുന്നതാണോ നമുക്ക് കുറച്ചും കൂടി ഈസിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്, ഡിവൈസ് കാണിക്കുന്ന വാല്യൂസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഏതാണ്, ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഒരു ഡെസിമൽ വാല്യൂലാണ് നമുക്ക് ഈ നമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയുടെ ഒരു ഓട്ടോമാറ്റിക് റേഞ്ച് നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാനായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ആ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ഡിഫറെന്റ് പാർട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് നമുക്ക് 4 പാർട്ടുകളാണ് വരുന്നത്. ഒന്ന് ഡിസ്പ്ലേ സ്ക്രീൻ ആണ്, അതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്ന ഈ വാല്യൂസ് ഡിസ്പ്ലേ കാണിക്കുന്ന സ്ക്രീൻ. പിന്നെ അടുത്തത് ഒരു സെലക്ഷൻ നോബ് വരുന്നുണ്ട്, കണ്ടോ. ഈ ഒരു സെലക്ഷൻ നോബ് എന്ന് പറയുന്നത് ഇതാണ്, അതായത് നമുക്ക് ഏതാണോ സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊരു റേഞ്ച് ആണോ സെലക്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ ഒരു സെലക്ഷൻ നോബ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, ഇൻപുട്ട് ജാക്സ് വരുന്നുണ്ട് അല്ലെ. ഇൻപുട്ട് ജാക്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോട്ടുകൾ കാണില്ല, ഇതിനെയാണ് നമ്മൾ ഇൻപുട്ട് ജാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത് എവിടെയാണോ കണക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ച്. പിന്നെ ടെസ്റ്റ് ലെഡ്സ് വരുന്നുണ്ട്, ഇത് രണ്ടുമാണ് ടെസ്റ്റ് ലെഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ ഡിസ്പ്ലേ സ്ക്രീനിൽ എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ് ഡിജിറ്റ് ആയിട്ട് നമുക്ക് കാണിക്കുന്നതാണ് ഈ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമുക്ക് ഒരു ബാക്ക് ലൈറ്റ് LCD ആയിരിക്കും കൂടുതൽ വിസിബിലിറ്റിക്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ഡാർക്ക് സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ആ ഒരു LCD ഡിസ്പ്ലേ ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീൻ നമുക്ക് എന്താ കാണിക്കുന്നത് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കാണിക്കുന്നുണ്ട്, വോൾട്ടേജോ അല്ലെങ്കിൽ കറന്റിന്റെ പൊളാരിറ്റി നമുക്ക് കാണിക്കാൻ പറ്റും, മെഷർമെന്റ് റേഞ്ച് എത്രയാണ്, ഓപ്പറേഷൻ മോഡ് ഏതാണ്, അതുപോലെ തന്നെ എന്തെങ്കിലും എററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വാർണിംഗ് മെസ്സേജോ ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഡിസ്പ്ലേ സ്ക്രീനിൽ നിന്നും റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ആ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ഡിസ്പ്ലേ സ്ക്രീനിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്തതാണ് സെലക്ഷൻ നോബ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണിക്കുന്നതാണ് സെലക്ഷൻ നോബ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഡിസൈഡ് നമുക്ക് എത്രയാണോ വേണ്ടത് അല്ലെങ്കിൽ ഏതൊരു റേഞ്ചിലാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അതോ നമ്മൾ കറന്റ് ആണോ വോൾട്ടേജ് ആണോ റെസിസ്റ്റൻസ് വാല്യൂ ആണോ എന്താണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു നോബ് യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് വോൾട്ടേജ് ആണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്കറിയാം ഏകദേശം നമ്മൾ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഒരു 20 വോൾട്ടിന്റെ ഏകദേശം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 2 to 20 റേഞ്ചിലാണ് നമുക്ക് ഈ നോബ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് റിസൾട്ട് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇതേ സമയം നമ്മളൊരു അമ്മീറ്റർ അല്ല കറന്റ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു നോബിനെ ഞാൻ ഈ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുവരണം അല്ലെ, കാരണം ഈ ഒരു ഏരിയയിലാണ് നമുക്ക് അമ്മീറ്റർ കറന്റിന്റെ മെഷർമെന്റുകൾ നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് നോക്കൂ, ഇവിടേക്ക് നമുക്ക് ഓരോന്നും കെൽവിൻ അല്ലെങ്കിൽ കിലോ അതാണ് റെസിസ്റ്റൻസ് വാല്യൂ, ഓമിന്റെ വാല്യൂസ് ആണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു മെൻഷൻ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് നമുക്ക് ഈ ഒരു നോബിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു സെലക്ഷൻ നോബ് എന്ന് പറയുന്നത് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻപുട്ട് ജാക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു ഇൻപുട്ട് ജാക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ലെറ്റ്സ്, അതായത് ഇതാണ് നമ്മുടെ ടെസ്റ്റ് ലീഡ്സ് നമ്മൾ പറഞ്ഞു, അത് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻപുട്ട് ജാക്സിലാണ്. ഓക്കെ, ഈ ടെസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത് എന്താണ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഒരു ഇൻസുലേറ്റഡ് വയർ ആണ്. നമ്മൾ നെക്സ്റ്റ് ഒരു സ്ലൈഡിൽ കാണിക്കുന്നുണ്ട് ഞാൻ. ഇതാണ് നമുക്ക് ഒരു ഇൻസുലേറ്റഡ് വയർ ആയിട്ടുള്ളതായിരിക്കും. അതിന്റെ ടിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ഈ ഒരു ഇതിലേക്ക് കണക്ട് ചെയ്യാൻ രീതിയിലുള്ള ടിപ്സ് ആയിരിക്കും നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ റെഡ് പോപ്പ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ടെർമിനൽ, അതായത് ഇതെന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്താണ് പ്രോബ്ലി നമുക്ക് അറിയാം നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു കോമൺ ടെർമിനൽ, ഇതാണ് കോമൺ ടെർമിനൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇൻപുട്ട് ജാക്സ് നമുക്ക് ലേബൽ ചെയ്തിരിക്കുന്നത് അതിന്റെ ഫംഗ്ഷൻസിനും റേറ്റിംഗ്സിനും അനുസരിച്ചാണ്. അവിടെ നോക്കൂ വോൾട്ടേജ്, ഇത് അമ്മീറ്റർ, മില്ലി ആംപിയർ, മൈക്രോ അമ്മീറ്റർ, ആ ഒരു റേഞ്ച് ഒക്കെ നമുക്ക് ആ ഒരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോസിറ്റീവിൽ നമുക്ക് വോൾട്ട്, ഓംസ്, ഡയോഡ് ടെസ്റ്റ് ഇതൊക്കെ ഈ ഫസ്റ്റ് നോബിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻപുട്ട് ജാക്സ് എന്ന് പറയുന്നത്. അടുത്തത് ടെസ്റ്റ് ലീഡ്സ് ആണ്. ഇതാണ് നമുക്ക് ഡിഫറെന്റ് ടെസ്റ്റ് ലീഡ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസുലേറ്റഡ് കവറിംഗ് ഉണ്ടാവും ഇവിടെ. ഇതാണ് ആ ഒരു ലീഡുകൾ എടുക്കുന്നത്. ഈ ലീഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു നമ്മൾ പ്രീവിയസ് ആയിട്ട് കണ്ട ഇൻപുട്ട് ജാക്സിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതെന്ന് പറയുന്നത് ആ കളറിനനുസരിച്ചിട്ടുള്ള പൊളാരിറ്റിയാണ്. റെഡ് എന്ന് പറഞ്ഞാൽ നമുക്കത് പോസിറ്റീവ് ആയിരിക്കും, ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ്, അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു കോമൺ ടെർമിനലിലാണ് ഈ ബ്ലാക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സുകളിൽ വരുന്നുണ്ട് പ്രോബുകൾ. ഓക്കെ, ഒരു അലിഗേറ്റർ ക്ലിപ്സ് വരുന്നുണ്ട്. ഇത് നോക്കൂ, ഇതാണ് അലിഗേറ്റർ ക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ നോബിന്റെ അവിടേക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ സ്റ്റെക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അങ്ങനെ നമുക്ക് വാല്യൂസ് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോ റേഞ്ചിങ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അല്ലെ. ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് ആ ഒരു ബെസ്റ്റ് റേഞ്ച്, ഒരു മെഷർമെന്റിനുള്ള ഒരു ബെസ്റ്റ് റേഞ്ച് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാനുള്ള ഒരു ഫീച്ചർ, വളരെ ഒരു പോസിറ്റീവ് ആയിട്ടൊരു ഫീച്ചർ നമുക്ക് ഉണ്ട് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ റേഞ്ച് എത്രയാണെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന് സാധിക്കുന്നുണ്ട്. അടുത്തത് ഓട്ടോ പൊളാരിറ്റി ആണ്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ സാധിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോ ഓഫ് ആണ്, അതായത് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഈ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇൻആക്റ്റീവ് ആയിട്ട്, അതായത് വർക്ക് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബാറ്ററി പവർ സേവ് ചെയ്യുന്നതിന് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് മോഡിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ഒരു സർക്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, അതല്ലെങ്കിൽ കണ്ടിന്യൂറ്റി എന്തെങ്കിലും കോമ്പണന്റുകളൊക്കെ കറക്റ്റ് ആണോ, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ഈ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ നമ്മളൊരു ഒരു ഓഡിബിൾ ബീപ്പ് സൗണ്ട് നമുക്ക് വരും, അല്ലെങ്കിൽ ഒരു ടോൺ സൗണ്ട് വരുന്നുണ്ട് കണ്ടിന്യൂറ്റി ടെസ്റ്റ്, അതായത് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ നമുക്ക്
നമുക്ക്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ കേൾപ്പിച്ചു തരും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? കണ്ടിന്യൂസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, അതേപോലെ നമുക്ക് ഡയോഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഡയോഡ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷനിങ് ചെയ്യുന്നുണ്ടോ, അതോ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒരു ഡയോഡിന്റെ ആനോഡും കാഥോഡും നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഡേറ്റ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതായത് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഹോൾഡ് ചെയ്ത് വെക്കാനാണ്, കറന്റ് റീഡിങ്ങോ, അതായത് കുറച്ച് കറന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന റീഡിങ്ങുകൾ അടുത്തൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നത് വരെ ആ ഒരു വാല്യൂ നമുക്ക് അതിൽ ആ ഒരു ഡിസ്പ്ലേയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിനിമം മാക്സിമം ആവറേജ്, അതായത് ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് എങ്ങനെയൊക്കെ ഒരു മിനിമം വാല്യൂസ്, ആവറേജ് വാല്യൂസ്, മാക്സിമം വാല്യൂസ്, ആ ഒരു പർട്ടിക്കുലർ ടൈം റേഞ്ചിൽ വരുന്ന എല്ലാ വാല്യൂസും നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിലേറ്റീവ് മോഡാണ്. അപ്പൊ ഇത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് വാല്യൂ ഉണ്ടാകും ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കും. അതിനുശേഷം നമുക്ക് അവർ തമ്മിലൊരു കമ്പാരിസൺ, ആ ഒരു കറന്റ് റീഡിങ്ങും ആ ഒരു റെഫറൻസ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണോ അത് നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് വാല്യൂ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ഓഫ്സെറ്റ് എററുകൾ വന്നിട്ടുണ്ടോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു റിലേറ്റീവ് മോഡ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കൊരു ട്രൂ RMS, അതായത് ഒരു ട്രൂ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഒരു AC സിഗ്നലിന്റെ അതിന്റെ ഡിസ്റ്റോർഷൻസോ ഷേപ്സോ അതൊന്നും നോക്കാതെ തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി അക്യുറേറ്റ് ആണ്. ഒരു ആവറേജ് റെസ്പോണ്ടിങ് മൾട്ടിമീറ്ററിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഡിഫറെന്റ് ടൈപ്പുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാമ്പ് മൾട്ടിമീറ്റർ ആണ്. ഓക്കെ, ക്ലാമ്പ് മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് ഇലക്ട്രോൺ ഫ്ലോ, അതായത് മെഷർമെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ആ ഒരു ഇത് മാത്രമാണ് നമുക്ക് ഇതിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിന്റെ എങ്ങനെ പറഞ്ഞാൽ ഒരു ക്ലാമ്പ് ഫീച്ചർ ആണ് നമുക്ക് ഈ ഒരു മൾട്ടിമീറ്ററിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഈ ക്ലാമ്പ് എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കറന്റ് ഇപ്പൊ രണ്ട് പ്രോബുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വോൾട്ടേജിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രിക്കൽ പവർ മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് അവിടുത്തെ കറന്റ് നോക്കാം അല്ലെ, ആ ഒരു കറന്റ് മാത്രമായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് അതിന്റെ പവർ എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ക്ലാമ്പ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫ്ലൂക്ക് മൾട്ടിമീറ്റർ. നോക്കൂ, ഇതാണ് ആ ഒരു ഫ്ലൂക്ക് മൾട്ടിമീറ്ററിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പർപ്പസുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിനൊരു വലിയൊരു ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. നോക്കൂ, ഒരു ബിഗ് ഡിസ്പ്ലേ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് എന്താണ് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാം, റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് മൾട്ടിമീറ്ററിന്റെ എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ഫ്ലൂക്കിലുണ്ട്. ചില സമയത്ത് ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡ്യൂട്ടി സൈക്കിൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഫ്രീക്വൻസി, പ്രഷർ, അങ്ങനെ പല പാരാമീറ്റേഴ്സുകളും ഈ ഒരു ഫ്ലൂക്ക് മൾട്ടിമീറ്ററിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മുടെ ലാബുകളിലൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല, കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തെങ്കിലും അതായത് വലിയ വലിയ ഇൻഡസ്ട്രി പർപ്പസുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഏരിയകളിലാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ഫ്ലൂക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ കോളേജുകളിലുള്ള ലാബിലൊക്കെ നോർമലായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലൂക്ക് മൾട്ടിമീറ്റർ യൂസ് ചെയ്യാറില്ല. അതായത് ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്നേ ഉള്ളൂ. പക്ഷെ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്ററുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഓട്ടോ റേഞ്ചിങ് മൾട്ടിമീറ്റർ ആണ്. ഇതെന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസീവ് ആണ്. അതായത് വേറെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വൈറ്റ് സിമ്പിളും എക്സ്പെൻസീവും ആണ് വരുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ എന്താണ് ഒരു ഇലക്ട്രോണിക് ഡിവൈസസിന്റെ പാരാമീറ്റേഴ്സുകളും ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അതിന്റെ പല പ്രോപ്പർട്ടീസുകളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓട്ടോ റേഞ്ചിങ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു നോബ് എന്ന് പറയുന്നത് ആ ഒരു പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു നോബ് ഉണ്ടാകും. ഇത് നമ്മൾ കൂടുതലായിട്ട് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അതായത് നമുക്ക് എന്തിനാണ് ഒരു ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരാമീറ്റർ അറ്റ് എ ടൈം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു കേസസിലാണ് നമ്മൾ ഈ ഒരു ഓട്ടോ റേഞ്ചിങ് മൾട്ടിമീറ്റർ പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇത് ഇത്രയും കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അക്യുറേറ്റ് റീഡിംഗ് ആയിരിക്കും, പെട്ടെന്ന് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഫാസ്റ്റ് റെസ്പോൺസ് ആണ്, ഗ്രേറ്റർ റെസൊല്യൂഷൻ ആണ് വരുന്നത്, ഓട്ടോ റേഞ്ചിങ് ക്യാപ്പബിലിറ്റി ഉണ്ട്, ഒരുപാട് ഫംഗ്ഷനാലിറ്റീസുകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വൈസ് കമ്പാരിറ്റീവ്ലി ഡിജിറ്റൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈലി കോസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഫ്ലൂക്ക് ഒക്കെ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല റേഞ്ച് വേണ്ടി 1 lakh ആ ഒരു ടൈം റേഞ്ച് ഓഫ് വരുന്നുണ്ട് ചില ഫ്ലൂക്ക് മൾട്ടിമീറ്റേഴ്സ് ഒക്കെ. പിന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ നമുക്ക് ബാറ്ററി വേണം, ബാറ്ററി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർ സോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ നോയ്സസുകൾ വരികയാണെങ്കിൽ അതിന് വളരെ സെൻസിറ്റീവ് ആണ് ഈ ഒരു ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക്
അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേ നോക്കൂ. അനലോഗിൽ എങ്ങനെയാണ് ഒരു മൂവിംഗ് പോയിന്റർ അല്ലെങ്കിൽ ഒരു നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ കിട്ടുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ന്യൂമറിക് റീഡ് ഔട്ട് ആണ് വരുന്നത് അല്ലെ, ന്യൂമറിക്കൽ ആയിട്ടാണ് നമുക്ക് നമ്പേഴ്സ് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. മെഷർമെന്റ് അക്യുറസി എങ്ങനെയാണെന്ന് പറയുമ്പോൾ ലോവർ അക്യുറസി ആണ് അല്ലെ, നമുക്ക് ഇവിടെ കൂടുതൽ പാരലക്സ് എറർസിന് കാരണമാകുന്നുണ്ട്. ഇവിടെ ഹൈ അക്യുറസി ആണ്, പ്രോൺ ടു പാരലക്സ് എറർസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലോ ആണ് നമുക്ക് വരുന്നത്. റെസൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ലിമിറ്റഡ് റെസൊല്യൂഷനേ വരുള്ളൂ. കാരണം പല ചാലഞ്ചിങ് വരുന്നുണ്ട്. നമുക്ക് ഒരു പ്രിസൈസ് റീഡിങ്സ് കിട്ടണമെങ്കിൽ അനലോഗിൽ നമ്മൾ തന്നെ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, അതുകൊണ്ട് തന്നെ റെസൊല്യൂഷൻ കമ്മിയായിരിക്കും. പക്ഷെ ഇവിടെ ഹൈ റെസൊല്യൂഷൻ ആണ്. ഓക്കെ, ഈസ് ഓഫ് റീഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സ്കെയിൽസ് മാർക്കിംഗ്സ് വേണം, എന്നാൽ മാത്രമേ നമുക്കത് റീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഡിസ്പ്ലേയിൽ തന്നെ കിട്ടുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. റേഞ്ച് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മാനുവൽ റേഞ്ച് സെലക്ഷൻ ആണ്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് റേഞ്ച് സെലക്ഷൻ ആണ് വരുന്നത്. പിന്നെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് വളരെ സ്ലോവർ റെസ്പോൺസ് ടൈം ആണ്. കാരണം നീഡിൽ മൂവ്മെന്റിന് അനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു മെഷർമെന്റ് വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് ഫാസ്റ്റർ റെസ്പോൺസ് ടൈം ആണ്, ഒരു ഇൻസ്റ്റന്റേനിയസ് മെഷർമെന്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാറ്ററി റിക്വയർമെന്റ് നമുക്കറിയാം, അനലോഗിൽ ബാറ്ററി വേണ്ട, പക്ഷേ ഡിജിറ്റലിൽ നമുക്ക് ബാറ്ററി ആവശ്യം വരുന്നുണ്ട്. കോസ്റ്റ് കമ്പാരിറ്റീവ്ലി അനലോഗ് ലോവർ കോസ്റ്റ് ആണ്, പക്ഷേ ഡിജിറ്റൽ എന്ന് പറയുന്നത് വളരെ ഹൈ കോസ്റ്റ് ആണ് നമുക്ക് അനലോഗുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.